അപ്പോൾ പിന്നെ മെല്ലെ ആ മൂവി സൈഡ് നടക്കുന്നില്ല കണ്ടപ്പോൾ ഞാൻ മെല്ലെ നിതീഷ് ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു. ഇങ്ങനെ ഞാനിതൊരു മ്യൂസിക് വീഡിയോ അമിതാഭ് ബച്ചൻ്റെ ട്വീറ്റ് വൺ ബിഗ് അത് ആ സമയത്ത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി വെൻ ഇറ്റ് ഇസ് കർണാട്ടിക് മ്യൂസിക് യു ഹാവ് ടു ഫോളോ സർട്ടൻ സ്ട്രക്ചർ. ഇയാളെ പോലെ ആവണം, അയാളെ പോലെ ആവണം, അങ്ങനെയില്ല. ആര്യ ദയാൽ ഇസ് ദെയർ. ആര്യ ദയാൽ വോണ്ട് ടു ബി ആര്യ ദയാൽ. ഐ ബിലീവ് ഐ ആം എ വെരി നാച്ചുറൽ പെർഫോമർ. അല്ല, എനിക്ക് ഒന്നും ഈ പറഞ്ഞ പോലെ കറക്റ്റ് ഒരു വര വരച്ചൊരു സ്കെയിൽ വെച്ചൊരു ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കല്യാണം കഴിക്കാനും ഇഷ്ടമല്ല. നല്ല വിമർശനങ്ങൾ വളരെ ഓപ്പൺ ഹാർട്ടഡ് ആയിട്ട് ഞാൻ സ്വീകരിക്കാറുണ്ട് കേട്ടോ. മിസ് വിറ്റ്സിൽ നമ്മോടൊപ്പം ആര്യ ദയാൽ. നമസ്കാരം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ആര്യ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവിധ ജോൺറകൾ മിക്സ് ചെയ്ത് പാടുന്ന അഗംഭീര പാട്ടുകാരി. ഇതാണ് ഒരു വൺ ലൈനർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മലയാളിക്ക് വരുന്നത്. എന്താണ് ഇങ്ങനെ വിവിധ ജോൺറകൾ മിക്സ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ വരുന്നത്? അതങ്ങനെ ആയിപ്പോയതാണ്. ഒന്ന്, എനിക്ക് വിവിധ ജോണറുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാത്തൊരു സമയത്ത് തുടങ്ങിയൊരു രസത്തിന് തുടങ്ങിയൊരു പരിപാടി. രണ്ട്, അത് പാടുമ്പോൾ കിട്ടുന്ന ഒരു പ്ലഷർ, ഒരു രസം. അതിൽ നിന്നുണ്ടായതാണ്, അല്ലാതെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു കാര്യമേ ആയിരുന്നില്ല. ഇപ്പോൾ ആര്യയുടെ പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്കും ആര്യയുടെ സ്വരങ്ങൾ പാടുന്നത് ആളുകൾ എപ്പോഴും എടുത്തെടുത്ത് പറയാറുണ്ട്. അപ്പോൾ സ്വരങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ടോ നേരത്തെ, അതോ ആ ഒരു സമയത്ത് വരുന്ന ഇംപ്രവൈസേഷൻ ആണോ സംഭവിക്കുന്നത്? എന്തോ ആവാം. ഇപ്പൊ ചില പാട്ടുകൾ ഇപ്പം ചെയ്തു വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു മിനിറ്റിൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ഞാൻ മെല്ലെ പ്ലാൻ ചെയ്ത് റൈറ്റ് ഡൗൺ ചെയ്തിട്ട് ചെയ്യും. അല്ലാത്ത സമയത്ത് അല്ലാണ്ടും വരാറുണ്ട്. പാട്ടിന് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിനാണോ ഇത് ചെയ്തത് അതിനനുസരിച്ചിട്ട്. ലൈവിലൊക്കെ അങ്ങനെ? ലൈവിൽ പക്ഷെ മിക്കവാറും അൺപ്ലഗ്ഡ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ അങ്ങ് ഒരു ആകാരം ഒരു പരിപാടികളൊക്കെ ചെയ്യും. പക്ഷെ കൂടുതലും ബാൻഡൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ പ്രൊഡക്ഷൻ സാധനങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ എന്താ പറയാ, ഇത്ര ബാർസ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് മിക്കവാറും പ്ലാൻഡ് ആയിട്ട് ചെയ്ത് വെച്ചായിരിക്കും. ശരിക്കും പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ പാട്ട് ഓൺ സ്റ്റേജ് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ആര്യ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് വ്യക്തമായിട്ട് അറിയിക്കുന്ന ഒരാളാണ് ആര്യ പാട്ടുകളിലൂടെ. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് നോക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാടയാണ് ഇപ്പോൾ വളരെ ഗംഭീരമായിട്ട് ഇപ്പോൾ ആളുകൾ വീണ്ടും വീണ്ടും ഏറ്റുപാടുന്ന ഒരു പാട്ട്. അപ്പോൾ എങ്ങനെയാണ് കാട എന്നുള്ള ആശയത്തിലേക്ക് വരുന്നത്? എങ്ങനെയാണ് സംഭവിച്ചത്? എൻ്റെ നാട്ടിൽ നിതീഷ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്. ചേട്ടനൊരു സിനോപ്സിസ് ഇങ്ങനെ എഴുതിയിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പം അത് വായിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഞാൻ തിരിച്ചെൻ്റെ നാട്ടിലെത്തി. അവിടെ കാവുണ്ട്, ഉറുപ്പശി കാവുണ്ട്, കാവ്, കുളം, ഒരു നനുത്ത ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു ഇത് കിട്ടി. ആ ഒരു ഫ്യൂ പാരഗ്രാഫ്സ്, 3 or 4 പാരഗ്രാഫ്സ് ആയിരുന്നു. ഒരു ചെറിയൊരു കഥയായിരുന്നു. ഒരു 5 മിനിറ്റിൽ എഴുതി കഴിഞ്ഞു. സംഭവം എഴുതി ഏകദേശം ഒരു ട്യൂൺ ഞാൻ എഴുതുമ്പോൾ തന്നെ അപ്പാടന്നെ എനിക്ക് ട്യൂണും വരും. അപ്പം പൊതുവേ എൻ്റെ കമ്പോസിഷൻ പ്രോസസ്സൊക്കെ ഒരു അരമണിക്കൂറിൽ ഫിനിഷ്ഡ് ആയിരിക്കും, സോങ്ങിൻ്റെ സ്ട്രക്ചർ പരിപാടികൾ. അപ്പം അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എന്നിട്ട് ഞാൻ നിതീഷ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ ഇത് മൂവി ആക്കാനുള്ള ഒരു പ്ലാനാണോ? ശരി, മൂവി ആക്കുമ്പോൾ ഞാൻ ഈ പാട്ട് ആ മൂവിയിൽ ചെയ്യും. എനിക്കിത് ഫസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ള പോലെ പറഞ്ഞു. പക്ഷെ പിന്നെ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തു, കുറേ കാലം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നൊരു 1 year ഓളം വെയിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ മെല്ലെ ആ മൂവി സൈഡ് നടക്കുന്നില്ല കണ്ടപ്പോൾ ഞാൻ മെല്ലെ നിതീഷ് ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു. ഇങ്ങനെ ഞാനതൊരു മ്യൂസിക് വീഡിയോ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള പോലെ ചോദിച്ചു. അപ്പം ലൈക്ക് ഓക്കെ, ആര്യ അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ ആര്യ ചെയ്ത് ഇറ്റ്സ് യുവർ ആർട്ട്, ഇറ്റ്സ് യുവർ വർക്ക് എന്നുള്ളത് പറഞ്ഞു. എന്തായാലും എനിക്ക് ആ സിനോപ്സിസ് എന്നാണല്ലോ വന്നത്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഐ ഹാവ് ടു ടെൽ ഹിം ഇതാണ് എന്നുള്ളത്. അപ്പോൾ ആ സ്റ്റോറി ലൈനോ കാര്യങ്ങളോ ഒന്നും അതിലില്ല. പക്ഷെ അതിൽ ആ സിനോപ്സിസിൻ്റെ ഒരു ആശയം എഴുതിയ ഒരു ഫ്യൂ ലൈൻസിലുണ്ട്. ആൻഡ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് മോർ ലൈക്ക് എന്താ പറയുക, ഈ ഇൻട്രൊഡക്ഷൻ ഇല്ലേ, ഒരു പടത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ സോങ് പോലത്തെ ഒരു ഐഡിയ ഒക്കെ ആണ്. പിന്നെ അത് വർക്കിച്ചേട്ടനായിട്ട് വർക്ക് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നു. ഇട്ട് 2.5-3 years ടു റീച്ച് സ്റ്റേബിൾ പോയിന്റ്. എന്താ പറഞ്ഞ, ഇപ്പോൾ ആര്യയുടെ ഓരോ പാട്ട് നമ്മളിപ്പോൾ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളാണെങ്കിലും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരുപാട് വലിയ അതായത് ബിഗ് ഷോട്ടുകളുടെ കമൻറ്റുകളും പേരുകളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ കാണുമ്പോഴേക്കും എന്താണ് ഏറ്റവും തോന്നി, ഇപ്പോൾ നമ്മളിപ്പോൾ അമിതാഭ് ബച്ചൻ്റെ കമൻറ്റ് വന്നെടുത്തുനിന്ന് തുടങ്ങി, അല്ലെങ്കിൽ ആ ഒരു കമൻറ്റാണ് ഒരു കാലത്ത് ചർച്ചയായിരുന്നെങ്കിൽ ഇപ്പോൾ നോക്കുമ്പോൾ വിശാൽ ദദ്ലാനി അടക്കമുള്ള ആളുകൾ കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ
എങ്ങനെയാണ് ഈ കമന്റുകളെ കാണുമ്പോൾ എന്താ തോന്നുന്നത് മനസ്സിലേക്ക് വരും? നംനെസ് ആണ് ഫീൽ ചെയ്യണത്. പിന്നെ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് കാണുമ്പോൾ. ഒരു സൈഡിൽ നിന്ന് ഭയങ്കര അത്ഭുതം തോന്നും. ഇപ്പോൾ കണ്ണൂര് നടാൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു, ഒരു കമേഴ്ഷ്യലായിട്ട് പാട്ട് ചെയ്ത് അങ്ങനെ പരിചയമില്ല, പഠിക്കുന്നുണ്ട്, എല്ലാം കൃത്യമായി പഠിക്കുന്നുണ്ട്, പാട്ടിന് പാട്ട്, പഠിത്തത്തിന് പഠിത്തം, കോമ്പറ്റീഷൻ എല്ലാം പോകുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഷോ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പാട്ട് ചെയ്യാനോ അങ്ങനത്തെ ഇതൊന്നുമില്ല. പക്ഷെ ടെൻഡൻസീസ് ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ തന്നെ. ഒരു 4 വരി കിട്ടിക്കഴിഞ്ഞാൽ അറിയുന്ന ഒരു ഇതിൽ മൂളാനുള്ള ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുമ്പോൾ ആ സ്റ്റേജ് ഓൺ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിന്നല്ല വന്നിട്ടുള്ളത്. അറിയാലോ, നാട്ടിൽ ഒരു പരിപാടി ചെയ്യുമ്പോൾ അവിടുത്തേതായിട്ടുള്ള ഒരു സോഷ്യൽ ഇത് ഫോളോ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. എസ്പെഷ്യലി വെൻ ഇറ്റ് ഇസ് കർണാട്ടിക് മ്യൂസിക്, യു ഹാവ് ടു ഫോളോ സർട്ടൻ സ്ട്രക്ചർ, യു വിൽ ഹാവ് സർട്ടൻ ഇൻസ്ട്രക്ഷൻസ്, യു ഹാവ് ടു ഫോളോ സർട്ടൻ ഡ്രസ് കോഡ്സ്, സോ ദർ ആർ തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പം അതുപോലത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു റെക്കഗ്നിഷൻ കിട്ടുമ്പം വളരെ വളരെ ഹാപ്പിയാണ്. ഇപ്പൊ നമ്മൾ ഈ ആർട്ടിസ്റ്റുകളുടെ കാര്യം, ഇപ്പോൾ റെക്കഗ്നീഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആരൊക്കെ ആയിരിക്കും? ഏറ്റവും നമ്മൾ ഈ ഒരു രംഗത്തേക്ക് നമ്മൾ എത്താനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കൊതിപ്പിച്ച ആൾക്കാരല്ലേ, അങ്ങനത്തെ ആരൊക്കെ ആയിരിക്കും? എഴുത്താണെങ്കിൽ ഞാൻ പറയാം, എഴുതാനാണെങ്കിൽ ടൈലർ സ്വിഫ്റ്റ് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം അറിയുന്ന സിമ്പിൾ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരു പാട്ട് കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ വരികൾ എഴുതാം എന്നുള്ളത് മനസ്സിലാക്കിപ്പിച്ച് തന്നത് ഇസ് പ്രോബബ്ലി ടൈലർ സ്വിഫ്റ്റിൻ്റെ സോങ്സ്. അതും ജോണർ മാറുന്നതിന് മുന്നേ, പോപ്പ് മാറുന്നതിന് മുന്നേ ഒരു കൺട്രി ജോണർ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്താണ് ഇതിങ്ങനെ ചെയ്യാന്നുള്ളത് തോന്നിയത്. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും സെൽഫ് എക്സ്പ്ലോറേഷൻസ് ആണ് കൂടുതൽ എൻ്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടുള്ളത്. അല്ലാതെ ഇയാളെ പോലെ ആവണം, അയാളെ പോലെ ആവണം, അങ്ങനെയില്ല. ആര്യ ദയാൽ ഇസ് ദെയർ, ആര്യ ദയാൽ വോണ്ട് ടു ബി ആര്യ ദയാൽ, ആൻഡ് ദാറ്റ് ഐഡൻറ്റിറ്റി വാസ് വെരി റിജിഡ് ഫോർ മീ. ഐ ഡോണ്ട് വോണ്ട് never wanted to copy somebody, or still don't want to copy or replicate something that somebody else has done. I want to be myself. ആര്യ രേഖപ്പെടുത്തുന്നത് ഏത് ജോൺറയിൽ പെടുന്ന ഒരു പാട്ടുകാരിയായിട്ടാണ്? അതുപോലെ പ്ലസ് ബാൻഡിനെ ആണെങ്കിലും അങ്ങനെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യാമോ? എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? I recently introduced to everybody to like pop nartic, something called as pop nartic. അതാണ് തോന്നുന്നു കുറച്ചും കൂടെ എൻ്റെ ഒരു സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. കൂടുതലും പറഞ്ഞ പോലെ കർണാട്ടിക് ബേസ് ഉണ്ട്, അപ്പോൾ എന്ത് പാടിയാലും കർണാട്ടിക്കും ആവും. പോപ്പ് ഭയങ്കര ഇഷ്ടമാണ്, പോപ്പ് പാടിയാലും കർണാട്ടിക് ആവും. വൈ നോട്ട് ക്രിയേറ്റ് an unique something which is myself? I think that would be pop nartic. Probably. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഭയങ്കര ഇന്നോവേറ്റീവ് സംഗതിയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ആരും കേട്ടിട്ടില്ല, പക്ഷെ എന്നാലും എൻ്റെ ഒരു ഐഡന്റിറ്റി അവിടെ ഉണ്ട് സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. എന്തായാലും കലക്കി. ഇപ്പോൾ ആര്യയുടെ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലാണെങ്കിലും, ഇപ്പോൾ ലേറ്റസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ ഉണ്ടായിരുന്നല്ലോ, ഐ മീൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത്. അപ്പോൾ അത് നോക്കിയിട്ടെങ്കിലൊക്കെ ഇൻഡിവിജ്വാലിറ്റി എന്നൊരു കാര്യത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് പലയിടത്തും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു നോട്ടിൽ നമ്മൾ കാണുന്നത് ഇൻഡിവിജ്വാലിറ്റി എന്നുള്ള ടേം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇൻഡിവിജ്വാലിറ്റി നോക്കിക്കാണുന്നത്? ഒരു വീട്ടിൽ 3 കുട്ടികളുണ്ടെങ്കിൽ 3 പേരും വ്യത്യസ്തരായിരിക്കും. ഓരോ ആൾക്കാരുടെയും ക്യാരക്ടർ ഡെവലപ്പ് ആവുന്നത് നമ്മൾ എന്തൊക്കെ ഒരുപോലെ ആക്കാൻ ശ്രമിച്ചാലും പല തരത്തിലോട്ടേക്ക് അത് മാറിപ്പോകുന്നത് കാണാം. എല്ലാവരുടെയും എക്സ്പീരിയൻസസ് യുണീക്കാണ്. ഈ യുണീക്കായിട്ടുള്ള എക്സ്പീരിയൻസസ് ബ്ലെൻഡ് ചെയ്ത് ഒരു വ്യക്തിയിലേക്ക് എത്തുമ്പോഴാണ് അവിടെ യുണീക്നെസ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യുക, അത് കാത്ത് വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാരണം ഓരോ ആളും സ്പെഷ്യലാണ്. ആ സ്പെഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്താലേ നമുക്ക് ആ ഒരു യുണീക്നെസ് ഉണ്ടാവുള്ളൂ. ആ യുണീക്നെസ്സിന്ന് ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവുള്ളൂ. ഇൻഡിവിജ്വാലിറ്റിന്ന് ആ ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു ഓറ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ കേസിൽ ഞാൻ ഏറ്റവും വാല്യുബിളായിട്ട് കാണുന്നത് എൻ്റെ ഐഡൻറ്റിറ്റിയും എൻ്റെ ചിന്തകളും ഒക്കെയാണ്. അപ്പം അതാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കല്യാണത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ വിവാഹം എന്ന് പറഞ്ഞൊരു ഇതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. അവിടെ ഒരു ദിവസം കൊണ്ട് ഒരാളുടെ ലൈഫ് എങ്ങനെ മാറും,
ഒരു ദിവസം കൊണ്ട് ഒരാളുടെ സ്വഭാവം എങ്ങനെ മാറും. ഇപ്പം ബിഹേവിയർ ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്. യു ക്യാൻ ബിഹേവ് എ സർട്ടൻ വേ ഫോർ ഹാഫ് ആൻ അവർ ഓർ 1 hour ഓർ എ ഡേ ഓർ മേ ബി ഇൻ ഇൻറ്റൻസ് സിറ്റുവേഷൻ 2 days 3 days. അതിന് ശേഷം ക്യാരക്ടറാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ഒരു ഇവൻറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കണ്ട് ശീലിച്ച വളർന്ന് ശീലിച്ച അറ്റ്മോസ്ഫിയർ മാറ്റി സ്ഥാപിക്കപ്പെടുക അല്ലെങ്കിൽ വേറൊരാളായിട്ട് മാറുക എന്ന് പറയുന്നത് ഐ കാൺട്ട് അക്സെപ്റ്റ് ഇറ്റ്. മെയിനായിട്ട് ചോദിച്ചാൽ ലെറ്ററിന്റെ കേസിൽ ഈ സാധനങ്ങളൊക്കെയാണ് വന്നത്. കല്യാണത്തെക്കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാം. അതിന് മുന്നേ ഇപ്പൊ യുണീക്നെസ് എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഏതൊരു പാട്ടുകാരനോ ഏതൊരു പാട്ടുകാരിയാണെങ്കിലും നമ്മളിപ്പോൾ സാധാരണ പാട്ടുകാർ പറഞ്ഞ് ഒതുക്കി പാടുക എന്നൊക്കെ പറയുന്ന പോലെ ടേമുകൾ ഉണ്ടല്ലോ. അപ്പോൾ അതിലൊന്നും ആരും വിശ്വസിക്കാതിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ സേർട്ടൺ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ മൃഗ പാടുമ്പോഴത്തേക്കും എങ്ങനെയാണ് പാടേണ്ടത് അതിൻ്റെ ഒരു രീതി പണ്ടുള്ളവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നും ആരും വിശ്വസിക്കുന്നില്ല. അതായത് എങ്ങനെയാണോ എൻ്റെ മനസ്സിൽ പാട്ട് വരുന്നത്, എങ്ങനെയാണോ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ താല്പര്യം, അതാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്ന് ആര്യയുടെ മനസ്സിലൊരു ചിന്തയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കറക്റ്റ് ആണോ ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും? അങ്ങനെ മൃഗ ഈ സാധനങ്ങൾ കൂട്ടുപിടിക്കണം എന്ന് തോന്നില്ല. എനിക്ക് എൻ്റെ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ഹാപ്പി ആവുന്ന രീതിയിൽ ഞാൻ പാടുന്നു, അത്രേ ഉള്ളൂ. ഐ ഡോണ്ട് വാണ്ട് include any terms into it. അല്ല, എനിക്ക് ഒന്നും ഈ പറഞ്ഞ പോലെ കറക്റ്റ് ഒരു വര വരച്ചൊരു സ്കെയിൽ വെച്ചൊരു ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവും എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് കല്യാണത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, കല്യാണം നടക്കുന്ന സമയത്ത് ആര്യ സിനിമയിൽ പാടി അല്ലെങ്കിൽ സ്റ്റേജ് ഷോസ് കോൺസേർട്ടുകളൊക്കെ നടത്തുന്ന ഒരു സമയത്താണ് ആര്യയുടെ കല്യാണം നടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു വലിയ കല്യാണം വിചാരിക്കുന്നു. പക്ഷെ അവിടെ നിന്ന് ഭയങ്കര ചെറിയൊരു ഫംഗ്ഷനിലേക്ക് അത് മാറ്റും. അങ്ങനെ വിചാരിച്ചത് അല്ല, അങ്ങനെയല്ല. നമ്മൾ ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടുള്ള രീതി എങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടില്. അപ്പൊ അത് എങ്ങനെയാണ് അങ്ങനെ ഒരു ചെറിയ കല്യാണമാക്കാം എന്നൊക്കെ ഉള്ളൊരു, അങ്ങനെ കല്യാണം കഴിക്കാനേ ഇഷ്ടമല്ല. പക്ഷെ അതേസമയം പ്രഷർ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സേർട്ടൻ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പാരൻസായിട്ടും ചുറ്റുവട്ടായിട്ടും നെയ്ബേഴ്സായിട്ടും ഒക്കെ അതിൻ്റെ പ്രഷേഴ്സ് ഉണ്ട്. അതിപ്പോൾ എനിക്ക് മാത്രമൊന്നുമല്ല. ഇഫ് യു ഹാവ് എ സിസ്റ്റർ ഓർ സംബഡി ഓർ എ ലവർ, ആസ്ക് ദം, യു നോ ഇറ്റ്. ഞാനായിട്ടത് പറയണം. അപ്പോൾ അവിടെ എൻ്റെ അച്ഛനും അമ്മയും വിഷമിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു കോംപ്രമൈസിലേക്ക് എത്തുവാണ്. മനസ്സിലായോ? ഇത് എത്രയോ വർഷം ഞാൻ അച്ഛനായിട്ടും അമ്മയായിട്ടും ഞാനവിടെ സംസാരിച്ചിട്ട് എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് ഇതുപോലെ പോയാൽ മതി. കാരണം ഡേ ഡസൻറ്റ് മേക്ക് എ ഡിഫറൻസ് ഫോർ മീ. അല്ലെ, എന്നെ അഭിഷേകിനെയും സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിവസം എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഒപ്പിടുന്ന ആ പരിപാടി എന്നുള്ളത് അവൻ്റെ ലൈഫിൽ ഒരു ചേഞ്ചും വരുത്താൻ പോണില്ല. അങ്ങനെ ചേഞ്ച് വരുന്നു എന്നുണ്ടെങ്കിൽ, അതുകൊണ്ടൊരു ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ ചൂസ് ഇറ്റ്. അതിന് ഞാൻ ഓക്കെയാണ്. മനസ്സിലായോ? എനിക്കിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. മേ ബി ഇറ്റ്സ് പ്രിവിലേജ് ആയിരിക്കാം. എനിക്ക് ഒരു ഓൾറെഡി അയാൾ കൂടെ ഉണ്ട്. അപ്പോൾ ആ ദിവസം ഈ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിന് വേണ്ടി, നിങ്ങളുടെ അച്ഛയുടെ അമ്മയുടെയും സമാധാനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് കല്യാണം കഴിക്കുന്നതിൻ്റെ, നമ്മൾ രണ്ടുപേരും 10 മണിക്ക് രജിസ്റ്റർ ഓഫീസിലെത്തണം. കണ്ണൂരിൽ കാല് കുത്തുന്നത് രാവിലെ 8 മണിക്കാണ്. അപ്പം തന്നെ ട്രെയിനിൽ നമ്മൾ ഒരുമിച്ചിട്ട് പോകുമ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് ഞാൻ ഒപ്പിടാണ്ട് തിരിച്ചു വരികയാണെങ്കിൽ നിനക്ക് കുഴപ്പമുണ്ടോ ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, എനിക്ക് അപ്പം തോന്നുകയാണെങ്കിൽ അപ്പം ചെയ്തു. അങ്ങനെ പറഞ്ഞിട്ടാണ് പോണേ. എനിക്കറിയില്ല, എനിക്ക് എത്രത്തോളം ആൾക്കാർ ജെന്യുവൻലി ടോക്ക് ടു യങ്സ്റ്റേഴ്സ്, ഐ റിയലി ബിലീവ് ദിസ് പ്രഷർ ഇസ് ദെയർ. പലപ്പോഴും മാധ്യമങ്ങളിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ കല്യാണത്തിൽ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത യൂത്ത് ആൾക്കാരുടെ എണ്ണം കുറയുന്നു, ഇത്ര ശതമാനം കുറയുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചയാണ്. എനിക്കത് അവരുടെ ഇഷ്യൂസ് എന്താണെന്ന് അവിടെ ഒന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. കല്യാണം എന്നുള്ളത് ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇത്രയും സ്വർണം കച്ചവടം ചെയ്യണം, ഇത്രയും ഉടുപ്പുകൾ കച്ചവടം ചെയ്യണം, ഇത്രയും എന്തൊക്കെ പരിപാടികളാണ്. പിന്നെ വേറൊരു രസം എന്താന്ന് പറഞ്ഞാൽ, ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു നന്നായി മോളെ. ചെയ്യുന്നത് വരെ എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, അബിയുടെ അമ്മ അച്ഛനും പറഞ്ഞു നല്ലതായി അല്ലേ ഇങ്ങനെ ചെയ്തത്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞു അത് മതി. മറ്റേത് ഈ വേർത്ത് കുളിച്ച് ഈ വെയിലത്ത് സാരി ഇട്ട് വൈപ്പ് ഇങ്ങനെ
സി അത് ബ്രൈഡായി കാണണം എന്നുള്ളൊരു ആഗ്രഹം അങ്ങനെയൊക്കെ ഉള്ളവർ ചെയ്തോ. എനിക്കതില്ല. കൊള്ളാം. ഇനിയിപ്പോ നമ്മള് അല്ല നമ്മള് സ്റ്റേജില് ഭയങ്കര എന്താ പറഞ്ഞ ഭയങ്കര ഒരു ഓൺ സാധനം കിട്ടും. ഏറ്റവും കൂടുതൽ ഹൈ കിട്ടുന്ന എന്ത് പോയിന്റിലാണ് സ്റ്റേജിൽ വരുമ്പോഴേക്കും? ഐ മീൻ പാടി ഇങ്ങനെ വരുമ്പോഴാണോ അല്ലെങ്കിൽ? നമുക്കിപ്പോ ഒരു പാട്ട് പാടാം. പിടിയാം. ഏത് പാടണം? കാടേ തന്നെ പാടിയാലോ? കാടേ പാടാം. അപ്പോൾ എനിക്ക് ഇയാളുടെ റെസ്പോൺസ് കാണുമ്പോഴും ഇയാൾ അത് എൻജോയ് ചെയ്യുന്ന കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഹാപ്പി ആവും. അത് സ്റ്റേജ് വേണമെന്നില്ല, അത് എൻ്റെ ചുറ്റും ഇപ്പോൾ ഇത്രയും ആൾക്കാരിരിക്കുന്നത്, അഭിയിരിക്കുന്നുണ്ട്, യു ആർ ദേർ, എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ അത്രയും ഹാപ്പിയാണ്. ഓക്കെ, ജസ്റ്റ് ക്ലാപ്പ് വിത്ത് മീ. പെണ്ണെ നീ പറഞ്ഞ പോലെ മെനഞ്ഞ മുടിയുടെ പിറകിൽ ചൂടാൻ ഇനിയൊരു പൂവും പതിരും ഇല്ല ഇല്ല, വേറില്ല വരം വെന്നില്ല, വേദാന്ത പെരുവഴി പലതുണ്ടക്കാലത്തും ഇക്കാലത്തും. ഈ കാടേ കറുത്ത കാടേ കുറത്തിയുടെ മനസ്സില്ല, മനമതു പൂവായി പൂങ്കഥയായി പറപാടേ ഇതുപാടേ. പൂമ്പാറക്കുന്നിൻ മുകളിലെ പൂക്കാത്തൊരു വെയിലത്തിന്നോ മഴയായും വഴിയായും മാറും കഥ പാടേ. നിധിയായി മാറിയ കണ്ടോ ചുടുചോരച്ചോപ്പിതു കുഞ്ഞി കാവായി, കാവിൻ്റെ കരളായി പണ്ടെന്നോ. വഴി തേടും കണ്ണുകൾ രണ്ടും തിരിയാത്തോരുലകം ചുറ്റും മരമായ അതിനിലയായി നീ നോക്കിയതെന്തെന്നോ. വേരില്ല വരം വെന്നില്ല, വേദാന്ത പെരുവഴി പലതുണ്ടക്കാലത്തും ഇക്കാലത്തും. വേരില്ല വരം വെന്നില്ല, വേദാന്ത പെരുവഴി പലതുണ്ടക്കാലത്തും ഇക്കാലത്തും. ഈ കാടേ കറുത്ത കാടേ പുറത്തിയുടെ മനസ്സില്ല, മനമതു പൂവായി പൂങ്കഥയായി പറപാടേ ഇതുപാടേ. പൂമ്പാറക്കുന്നിൻ മുകളിലെ പൂക്കാത്തൊരു വെയിലത്തിന്നോ മഴയായും വഴിയായും മാറും കഥ പാടേ. എന്റെ ഹാപ്പിനെസ്. പൊളി 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 പൊളി. ഇപ്പൊ നമ്മളിപ്പോ ഈ പാട്ടിന്റെ ഇത്രയും പാടി രസിപ്പിച്ച ഒരവസ്ഥയിൽ അല്ലെങ്കിൽ അവസരത്തിൽ ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് പാട്ടുകളുടെ വിഷയത്തിലേക്ക് കടന്നെത്തുന്നത്? എങ്ങനെയാണ് എനിക്ക് ഇത് പറയണമെന്ന്? അങ്ങനെയൊന്നുമില്ല, ഞാനൊരു ഐ ഐഡന്റിഫൈ ആസ് എ വുമൺ. അപ്പം എനിക്ക് എന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അത് പറ്റി കുറച്ച് വോയിസ് തരുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇന്ന വിഷയം ഇന്നത് ചെയ്യണം ഇന്നത് പറയണം അങ്ങനത്തെ നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. പറഞ്ഞു വരുമ്പോ അങ്ങനെ ആയി പോണു. നമുക്ക് ഉള്ളത് നമ്മൾ കാണുന്നതുമായിട്ടുള്ള നമ്മൾ കാണുന്ന സാധനങ്ങള്, പറയുന്ന സാധനങ്ങള്, സർട്ടൻ എംപത്തിയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ, ചില സർട്ടൻ ഇമോഷൻ, സർട്ടൻ സാഹചര്യങ്ങൾ. അപ്പോഴെന്താണോ തോന്നുന്നേ ആദ്യം എന്താ മനസ്സിലേക്ക് വരുന്നത്? ഏതെങ്കിലും ഒരു വരിയായിരിക്കോ, ചിലപ്പോ ഒരു ട്യൂൺ ആയിരിക്കും, എല്ലാം ഒരുമിച്ച് വരും. അതൊക്കെ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥാന്തരത്തിലാണ്. ഇപ്പൊ എനിക്കൊരു പെന്നും പേപ്പറും ഒരു ബോർഡും തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഒരു ഹാഫ് ആൻ അവറിൽ എഴുതും. ഇഫ് യു പുട്ട് ട്രാക്ക് ഓർ സംതിങ്, ഒരു ക്ലിക്ക്, ഒരു ബീറ്റ് കിട്ടിയിട്ടുണ്ടല്ലേ, ഞാൻ അതിൽ ഐ ഗെറ്റ് ലോസ്റ്റ്. എന്താ ചെയ്ത് തീരാതെ വരെ എനിക്ക് വിശപ്പില്ലാതെ ആഹമില്ല അങ്ങനെയൊക്കെ പോകും. പക്ഷെ അതൊരു കംപ്ലീറ്റ്, പിന്നെ ആ ഒരു മൂഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പാട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ക്രിയേഷനെ കുറിച്ച് പറഞ്ഞു, എൻജോയ് ചെയ്യുന്ന രീതിയെ കുറിച്ച് പറഞ്ഞു, നമ്മൾ ചില അഭിപ്രായങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതിന്റെ കൂടെ തന്നെ ആര്യയുടെ കയ്യിലുള്ള കല എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആര്യക്ക് ഇതിന്റെ കൂടെ വിമർശനങ്ങളും ഒരു സൈഡായിട്ട് വരാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓരോ മനുഷ്യരും വിമർശനങ്ങൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ അകത്ത് ലോസ്റ്റ് ആയി പോകാറുണ്ട്, കരയാറുണ്ട്, അല്ലെങ്കിൽ ദേഷ്യം വരാറുണ്ട്. ആര്യ എങ്ങനെയാണ് വിമർശനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്? എങ്ങനെയാ? ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു, ഇപ്പോഴും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പഴയ ഒരു 3 years ബാക്കുള്ള അത്ര ഇന്റൻസിറ്റിയിലല്ല ഈ സാധനങ്ങളൊക്കെ കാണുന്നത്. നല്ല വിമർശനങ്ങൾ വളരെ ഓപ്പൺ ഹാർട്ടഡ് ആയിട്ട് ഞാൻ സ്വീകരിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർക്കും ഒരു സിമിലർ ഒപ്പീനിയൻ ഉണ്ട് തോന്നുന്ന സാധനങ്ങൾ വളരെ ഈസിലി ഐ ആക്സെപ്റ്റ്. പക്ഷെ അതിലൊരു ഹേറ്റ്രഡ് കാണാൻ പാടില്ല. ആ ഹേറ്റ്രഡ് കാണുമ്പോഴാണ് ഇഷ്ടമല്ലാണ്ടാവുന്നത്. ഈ ആളുകളുടെ വിമർശനം ഉണ്ടല്ലോ, ഈ ആളുകളുടെ വിമർശനം
ഇപ്പോൾ ഒരു കലാകാരിയെ വളർത്താനും തളർത്താനും പറ്റുന്നതാണ്. വിമർശനങ്ങൾ കിട്ടിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അത് എങ്ങനെ വരണം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് വിമർശിക്കുമ്പോൾ എങ്ങനെ ആവണമെന്ന് തോന്നിയിട്ടുണ്ട്? എംപത്തി വേണം, അത് തന്നെ, എംപത്തറ്റിക് ആവണം. വിമർശിക്കുമ്പോഴെന്നല്ല, ഒരു മനുഷ്യൻ അവന്റെ എഡ്യൂക്കേഷനിലൂടെ നേടേണ്ടത് എംപത്തി ആണെന്ന് തന്നെ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അത് നോട്ട് ജസ്റ്റ് വിമർശനം. ഒരാളെ പഠിപ്പിക്കുമ്പോഴും എംപത്തി വേണം, വിമർശിക്കുമ്പോഴും എംപത്തി വേണം, ഒരാളുടെ കൂടെ പാട്ട് പാടുമ്പോഴും എംപത്തി വേണം. എന്ത് സാഹചര്യത്തിലും എംപത്തി ഭയങ്കര വാല്യുബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ കവർ സോങ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ സന്തോഷിപ്പിച്ച ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അങ്ങനെയൊക്കെ അത് ആരുടെ ഇരിക്കും? അമിതാഭ് ബച്ചന്റെ ട്വീറ്റ് വൺ ബിഗ് അത് ആ സമയത്ത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ ഭയങ്കര ലൈഫ് ഐ എം ഹാപ്പി അബൌട്ട് ദ റിസൾട്ട് ഓഫ് ഇറ്റ് എന്നുള്ളതാണ്. ആൻഡ് ഐ എം താങ്ക്ഫുൾ ടു ഹിം, ഐ എം ഗ്രേറ്റ്ഫുൾ ടു ദിസ് പേഴ്സൺ. അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കില്ലേ? ഇതിന്റെ അകത്ത് ആളുകൾ പല പല മറുപടികൾ പറയുന്നുണ്ടാവും. അപ്പൊ ഈ എങ്ങനെയായിരിക്കും മറ്റൊരാളെ ബഹുമാനിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും ആര്യയുടെ ഒരു മറുപടി പറച്ചിൽ രീതിയൊക്കെ എങ്ങനെയായിരിക്കും? അത് എനിക്കറിയാൻ ഒരു ആഗ്രഹമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒഫൻഡഡ് ആവാം നമ്മൾ ചില മറുപടി കേൾക്കുമ്പോഴത്തേക്കും. പക്ഷെ നൈസായിട്ട് അതിന്, കാരണം എപ്പോഴും അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണല്ലോ. എനിക്കെന്താ തോന്നി അറിയോ, ഞാൻ ചിലപ്പം ഒപ്പീനിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഔട്ട് ഓഫ് ബോക്സ് ആയി പോകുമോ എന്നുള്ളൊരു പേടി എനിക്ക് എപ്പോഴും ഉണ്ട്. ഐ എം ഓൾവേസ് സ്കെയർഡ് ഓഫ് വുഡ് ദിസ് പേഴ്സൺ മിസ്അണ്ടർസ്റ്റാൻഡ് മീ ഇഫ് ഐ ടെൽ മൈ ഒപ്പീനിയൻ എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. കാരണം എനിക്ക് എൻ്റെ ഐഡിയാസേ വ്യത്യാസമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പണായിട്ട് പലപ്പോഴും ഞാൻ ഇത്തരം സാധനങ്ങളെ എന്താ പറയുക, ഇത്തരം സാധനങ്ങളോട് തർക്കിക്കാറില്ല. പക്ഷെ ഒരാളെ എനിക്ക് മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലോണം ഞാൻ വർത്തമാനം പറയും. അപ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ മുഖഭാവം, അയാളുടെ ഗെസ്റ്റേഴ്സ്, അയാളുടെ ആ സമയത്തെ ഇരിപ്പ്, നിപ്പ്, നോട്ടം, ഇതൊക്കെ അനുസരിച്ചിട്ട് ഞാൻ വളരെ ക്ലീൻ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു തോന്നി. ഇപ്പൊ ഗവൺമെന്റിന്റെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തല്ലോ ഇപ്പോ, അപ്പോ എങ്ങനെയായിരിക്കും അവര് ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് അല്ലെ ഇപ്പോ വനിതാ ശിശുക്ഷേമ വകുപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരിക്കും അവരുടെ ഒരു ബ്രീഫും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഭയങ്കര രസമാണ്. എന്നെ വിളിച്ചത് അനുപമ മാം ഡയറക്ട്ലി വിളിച്ചതാ. ഷി വാസ് ഹെഡിങ് ദ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ബാക്ക് ദെൻ. ഷി കോൾഡ് മീ ആൻഡ് സെഡ് ബി യുവർ സെൽഫ്, but this is the message that I want to give to the public. So if you have something in mind, please put it into words. We can work on it. But it was something that I could connect to also. So it was quite easy for me to do it. പിന്നെ ശശിമ ഉണ്ട്. ശശിമ അത്ര എഴുതിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ശശിമ തന്നെ പാടുമ്പോൾ ശശിമ തന്നെ പറയും ഇങ്ങനെ. അതിങ്ങനെ വെച്ച് പിടിച്ചു പോയി കഴിഞ്ഞാൽ ഇറ്റ് വാസ് ക്വൈറ്റ് നൈസ് ആക്ച്വലി. നല്ലൊരു പ്രോജക്റ്റും ആയിരുന്നു. നിങ്ങൾ തമ്മിലുള്ള കോംബോ തന്നെ അടിപൊളിയാണ്. ശശികല മാമും ആര്യയായിട്ടുള്ള അതെങ്ങനെ സംഭവിക്കുന്നത്? ആക്ച്വലി നിങ്ങൾ പരിചയം ഉണ്ടായിരുന്ന നേരത്തെ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ലച്ചുമ്മയുടെ അമ്മയാണ്, ലക്ഷ്മി ചേച്ചിയുടെ അമ്മയാണ് ശശിമ. അപ്പൊ ലച്ചുമ്മ എന്നെ മാനേജ് ചെയ്യുന്നു. അപ്പൊ ശശിമ ഞാൻ കാണുന്നു, പിന്നെ ഭക്ഷണം കഴിക്കുന്നു. അവിടെ ടിപ്സി ടെക്കില മോക്ക് 3 നായ്ക്കുട്ടികളുണ്ട്. അങ്ങനെ പരിചയമായിട്ട് പിന്നെ ഈ എഴുത്ത് കാണുമ്പോൾ തന്നെ പിന്നെ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു വൈബ് അടിക്കുമല്ലോ, അതടിക്കുന്നുണ്ട് നല്ലോണം ശശിമയായിട്ട്. അത് ഭയങ്കര അത്ഭുതമാണ്. ഭയങ്കര പ്രായ വ്യത്യാസം. ശശിമ പറയും നിന്റെ കൂടെ കൂടുമ്പോൾ എനിക്ക് നിന്റെ പ്രായമാണ്. അത് അങ്ങനത്തെ ശശിമയുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ സത്യം പറയാം, എന്നെക്കാളും യു ഹാവ് ടു എന്താ പറയാ, ഇറ്റ്സ് മോർ അബൌട്ട് ഹെർ. ആര്യക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയുന്നത്? ആര്യ തന്നെയാണോ തിരിച്ചറിയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ടൈലർ സ്വിഫ്റ്റിന്റെ പാട്ട് കേൾക്കുമ്പോഴാണ് ആദ്യം ആലോചിക്കുന്നത് ഇതെനിക്ക് തന്നെ എഴുതാലോ ഇംഗ്ലീഷിൽ. പക്ഷെ മലയാളത്തിൽ എഴുതാനുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു. അത് വളരെ റീസെൻ്റ്ലി ആണ് വന്നത്. ഞാൻ ആദ്യം എഴുതിയൊക്കെ ശശിമക്ക് കാണിച്ചു കൊടുക്കും. ഞാൻ എഴുതിയ കാർഡ് എഴുതിയപ്പോൾ പറഞ്ഞു നമ്മളെ ഇതിലൊന്നും കറക്റ്റ് ചെയ്യാനില്ല, ചെയ്തോന്ന് പറഞ്ഞു. പിന്നെ അതിന് മുന്നേ മ്യൂസിക് മോജോടെ പാട്ടുകളുണ്ട്, അയ്യോ പലവിധം ഒക്കെ. അത് ഐ ഹാഡ് സം സ്ട്രക്ചർ ഇൻ മൈ ഹെഡ്. അത് ശശിമയായിട്ട് ഷെയർ ചെയ്യും. ഇന്നതാണ് എനിക്ക് തീം വേണ്ടത് എന്നും പറയും. ഷീൽ റൈറ്റ് ദ റെസ്റ്റ് ഓഫ് ഇറ്റ്. ശശിമ കറക്റ്റായിരിക്കും, മീറ്റർ കറക്റ്റായിരിക്കും. അങ്ങനെ തന്നെ വരി ഫില്ല് ചെയ്ത് എഴുതി തരും. പിന്നെ വേറെ ചോദ്യം പറിച്ചിട്ടില്ല. പട്ടപട ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്ന് ശശിമ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 15 minutes ഡൺ. ഷീസ് ഡൺ ക്വിക്ക്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്ന പലവിധത്തിന്റെ 2 വരികൾ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് അത് ആളുകളുടെ പ്ലേലിസ്റ്റിൽ സ്ഥിരമായിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ അതിനെപ്പറ്റി
പറഞ്ഞ സ്ഥിതിക്ക് രണ്ടുപേരി എനിക്ക് തോന്നുന്നത് അത് കേട്ടേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. പലവിധമായി പടരുകയായി വഴിയറിയാ കുരുവികളായി ഇടയിലിതാ പതറുകയായി വെറുമൊരു തോന്നല പലതും താനേ ആരും തേടും തീരം കാണാൻ പോകാം മാറും ലോകം ദൂരെ പലവിധം 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 പലവിധം. ഒരു പാട്ട് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പാട്ട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഒരു പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ ഒക്കെ മനസ്സിലുണ്ടാവുക, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല? തീം ഉണ്ടാവും. എന്റെ മെയിനായിട്ട് എഴുത്തും ഇതുമാണല്ലോ. അപ്പൊ എഴുതും, അപ്പൊ തന്നെ തലയിൽ ഇത് വരും. ബാക്കി പിന്നെ തീമിനനുസരിച്ചിട്ട് ഓക്കെ ഇന്ന പാട്ട് ഇത് ബെസ്റ്റായിട്ട് ആരാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ആലോചിക്കും. ഇപ്പൊ കാടേന്റെ കേസിൽ നടന്ന ഒരു പ്രോസസ്സില്ലേ, അത് തന്നെയാണ് ഉണ്ടാവുന്നത്. എഴുതും, ചെയ്യും. ഒരു ഫോക്കിഷ് ഇന്ന രീതിയിലാണ് എനിക്കിത് പ്രസന്റ് ചെയ്യേണ്ടത്. വർക്കി ചേട്ടൻ ഓക്കെ, വർക്കി ചേട്ടനെ വിളിക്കും. ഓക്കെ ആണോ, അതാണ് സംസാരിക്കും. ഓക്കെ ആണ്, വൈബ് സെറ്റ്, ഓക്കെ ഡു, ആ രീതി. അല്ലാണ്ട് തിരിച്ചും ചെയ്യും. ചിലപ്പോൾ അവരിങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ട് അവരെടുത്ത് ചോദിക്കും തീമുണ്ടോ ഇതുണ്ടോ എന്തെങ്കിലും എഴുതണം. അങ്ങനെയാണ്. ആ സമയത്ത് ഒരു ബ്രീഫിംഗ് ഉണ്ടാവുമല്ലോ അല്ലേ, പ്രോഗ്രാമിംഗ് ഇങ്ങനെ ആയിരിക്കണം എന്നല്ലേ. ഇപ്പോ നമ്മള് ആദ്യം ഞാനിപ്പോ ആരെയും കൂടെ സ്റ്റുഡിയോയിലേക്ക് വന്നപ്പോ തന്നെ ആരെയും ഇങ്ങനെ ഹം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതെ, ഞാൻ അപ്പോഴും ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. അല്ല അങ്ങനല്ല, വിളിച്ചെടുത്തിട്ട് ചോദിക്കല്ലേ ഏതായിരുന്നു അല്ല. ചോദിക്കാവുന്ന ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? എന്റെ അമ്മേ, ഞാന് അതായത് ഞാൻ കൊറേ പറയാറുണ്ട്. ഒരാവശ്യമില്ലാത്ത സാധനം എന്നാണ് ഞാൻ പണ്ട് ഇതിനെ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോ ടേക്കിംഗ് ഇറ്റ് ആസ് എ പ്രൊഫഷൻ എനിക്ക് ഇപ്പോഴാണ് കുറച്ച് മാസങ്ങളായിട്ട് ബോധം വന്നിട്ടുള്ളൂ. ഇതാണ് അപ്പൊ എൻ്റെ ജോലി എന്നുള്ളൊരു ബോധം എൻ്റെ മനസ്സിൽ ഉറച്ചത് വളരെ റീസെന്റ് ആയിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അതുവരെ എൻ്റെ പ്ലാൻ എന്താ പറഞ്ഞാൽ വല്ല പണിക്ക് പോവാ, ഏതെങ്കിലും ഞാൻ പറയില്ല ഒരു HR ഒക്കെ ആയിട്ട് ഇങ്ങനെ യു ഡു യോ ആ മോഡാണ് ഞാൻ എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നെ പറ്റി തന്നെ നമുക്കൊരു സങ്കല്പം ഉണ്ടാവും. റീസെന്റ് ആണ് ശരി മ്യൂസിഷ്യൻ ആണല്ലോ, അപ്പൊ ഞാൻ എന്തോ സംതിങ് സ്ലാക്കിങ് മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ ആക്ച്വലി പ്രാക്ടീസിനെ പറ്റിയിട്ട് ആലോചിക്കുന്നത്. അത് തന്നെ എനിക്ക് എന്താ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, സത്യം പറഞ്ഞാൽ അറിയില്ല. ഐ റീസെന്റ് ഫൗണ്ട് എ ടീച്ചർ, വെരി റീസെന്റ്, 2 മാസമായിട്ടുണ്ടാവും അല്ലേ. very recently found a teacher so that I continue my Carnatic studies, and I didn't want it to be somebody who would hinder my creative things. അത് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷമായിട്ട് സെർച്ചിങ് ആണ് ആക്ച്വലി ഒരു ടീച്ചറെ. ഫോർച്ചുനേറ്റ്ലി ഐ ഗോട്ട് ഹെർ. 2 മാസമേ ആയിട്ടുള്ളൂ. അവിടുന്ന് തൊട്ടിട്ടാണ് എൻ്റെ അടുത്ത് പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പോഴാണ് എനിക്ക് സാധനം മനസ്സിലാവുന്നത്, ഓ ശരി ഇത് ഇങ്ങനെ ഉണ്ടല്ലേ, ഇങ്ങനെ പരിപാടി. കാരണം മുന്നേ പ്രാക്ടീസ് എന്ന് പറയുമ്പോ ടു റീച്ച് എ സർട്ടൻ നോട്ട്, അത് പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞാൻ പ്രാക്ടീസിനെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇപ്പൊ എന്റെ കാഴ്ചപ്പാട് മാറി. ആഫ്റ്റർ ടോക്കിംഗ് ടു ഹെർ, ആഫ്റ്റർ സിറ്റിംഗ് ഇൻ ക്ലാസ്സസ് വിത്ത് ഹെർ, നമ്മുടെ വോയിസിന്റെ ലോഞ്ചിവിറ്റിക്കും ഹെൽത്തിനും വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് എന്നുള്ളത് എനിക്ക് അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് എനിക്ക് ആ സാധനം സത്യം പറഞ്ഞാൽ റിയലൈസ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അങ്ങനെ നടന്നു പോകുന്നു. ഇനി ഒരു 4 മാസം കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ കൂടെ വെക്കുകയാണെങ്കിൽ ഫർദർ അപ്ഡേറ്റ്സ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സ്റ്റേജിൽ പെർഫോം ചെയ്യാനായിട്ടും ഐ മീൻ ഇപ്പോ നമ്മള് ഇപ്പൊ അങ്ങനെ കുറെ സംഗതികൾ വരുന്നുണ്ടല്ലോ സ്റ്റേജിൽ പെർഫോം ചെയ്യാനായിട്ടൊരു ടീച്ചിങ്, അതേപോലെ നമ്മളിപ്പോ എന്താ വെറുതെ നമ്മള് ഒരു കോമ്പറ്റീഷന് പാടാനായിട്ട് വേറൊരു ടീച്ചിങ്, ഇങ്ങനെ പല ടീച്ചിങ് ഉണ്ടല്ലോ. അപ്പോ ഇങ്ങനെ ഒരുപാട് സെഗ്മെന്റുകൾ പ്രാക്ടീസിൽ വരുന്നുണ്ട്. അതിനൊക്കെ എങ്ങനെയാ നോക്കുകയാണെന്ന് കാര്യം? ഒന്ന്, ഐ ബിലീവ് ഐ ആം എ വെരി നാച്ചുറൽ പെർഫോമർ. ഓക്കെ, അതെനിക്ക് നാച്ചുറലി വരുന്ന ഒരു സാധനമാണ്. ആ ഒരു ഹൈ എനർജി,
അത് ഞാൻ എഫേർട്ട് ഇടുന്നതോ പുഷ് ചെയ്തതോ ആ സാധനമേ അല്ല. അപ്പോൾ അവിടെ എനിക്ക് പലപ്പോഴും ഹെൽപ്പ് വേണമെന്ന് തോന്നിയിട്ടില്ല. എനിക്ക് ഹെൽപ്പ് വേണ്ടിയിരുന്നത് പല പല ക്രെവിസസും ഓഫ് ഡൗട്ട്സ് ഫില്ല് ചെയ്യാൻ ഉള്ള സ്ഥലങ്ങളായിരുന്നു എനിക്ക് ഹെൽപ്പ് വേണ്ടിയിരുന്നത്. വെൻ ഇറ്റ് കംസ് ടു പ്രാക്ടീസ് ഹൗ ടു പ്രൊട്ടക്ട് മൈ വോയിസ് എന്നുള്ളത് ആണ് എൻ്റെ ഫസ്റ്റ് പ്രശ്നം. ഹൗ ടു ഡു ഇറ്റ് ഹെൽതി. ലാരഞ്ചോസ്കോപ്പി ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഒരു ഷോ ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ടവേദന എടുക്കാൻ തോന്നുന്നു. അപ്പം ഇഫ് യു ഫീൽ പെയിൻ ദർ ഇസ് സംതിങ് റോങ്. ബോഡി എവിടെ ഒരു പെയിൻ വരുന്നു, ഐ ട്രസ്റ്റ് മൈ സെൽഫ്, സോ സംതിങ് ഇസ് റോങ്. ഞാനത് അന്വേഷിച്ച് പോകുമ്പോഴാണ് മെല്ലെ ക്ലാസ്സസ് ഓരോന്നായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഇതിനിങ്ങനെയുണ്ട്, ഇതിങ്ങനെയാണ്. ഇനി ഇതേ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഇപ്പം പറയില്ലേ, പിന്നെ ഇന്നയാളുടെ ചിന്താഗതി, ഇയാളുടെ ഫിലോസഫി അനുസരിച്ച് ഇങ്ങനെയാണ്, അയാളുടെ ഫിലോസഫി അനുസരിച്ച് അങ്ങനെ പലരുടെയും ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. വിച്ച് വൺ ടു ഫോളോ എന്നുള്ളതാണ് അടുത്ത ഡൗട്ട്. സെയിം ഈ ജോണർ ചോദിക്കണില്ലേ എൻ്റെ അടുത്ത്, പോപ്പാണോ കർണാട്ടിക് ആണോ? പോപ്പ് അല്ലെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക് ചെയ്യുന്നവർ ഫോളോ ചെയ്യുന്ന ഒരു സർട്ടൺ റിച്വൽസ് ഓഫ് പ്രാക്ടീസസ് ഉണ്ട്. കർണാട്ടിക് ഫോളോ ചെയ്യുന്നത് വേറൊരു. അപ്പോൾ ഐ ഹാഡ് ടു സെലക്ട് എ മീഡിയം. Practicing for a performance and practicing for the health of your throat is entirely different stuff. എനിക്ക് ഈ പ്രാക്ടീസിങ് ഫോർ എ പെർഫോമൻസ് അധികം ചെയ്യേണ്ടി വന്നിട്ടില്ല ആസ് ഓഫ് നൗ. പക്ഷെ ഞാനിപ്പം മറ്റേത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഫോർ ദ വോക്കൽ ഹെൽത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഐ എം ഫിഗറിങ് ഔട്ട് ഓൺ ദ ഗോ. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. കലക്കനായിരുന്നു. നമ്മളീ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തുറന്ന് സംസാരിക്കണമല്ലോ. നമുക്ക് ഫിൽറ്റർ ഇട്ട് സംസാരിക്കാം. തുറന്ന് സംസാരിക്കാത്ത ആളായോണ്ട് അങ്ങനെ തോന്നുന്നത്. ഞാൻ എപ്പോഴും തുറന്ന് സംസാരിക്കും. ശരിയല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. എല്ലാവിധ അനുഗ്രഹങ്ങളും. അപ്പൊ എന്തായാലും മിസ്ഫിറ്റ്സിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.